ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം അത് വീടില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലാണ് അവർക്കത് കറക്റ്റ് നമുക്ക് അത് അറിയാൻ പറ്റുന്നത്. ഒരു വീടെന്ന് പറയുമ്പോൾ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാർ എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക. ഞാൻ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 15 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്, വാടക വീടുകൾ മാറി മാറി മടുത്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം വീട് വലുത് ചെറുത് എന്നുള്ളതല്ല, ഒരു വീട് എന്നുള്ളത് എല്ലാവർക്കും ഒരു വലിയ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കൊരു വീട് വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ആദ്യം വസ്തു വാങ്ങിക്കുന്ന കാര്യം മുതൽ തന്നെ ശ്രദ്ധിക്കണം. അപ്പം നിങ്ങൾക്ക് വസ്തു വാങ്ങിക്കുകയാണെങ്കിൽ, ഒരു പുതിയ വസ്തു വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ വസ്തുവിൻ്റെ ഒരു ഷേപ്പ്, അതിൻ്റെ ഒരു ഉയർച്ച താഴ്ചകൾ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കോമൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറയാം. ഇത് വീട്, ആ വസ്തു ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കണം. 2, ഇത് കിഴക്കോട്ടോ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമി ആയിരിക്കണം. മനസ്സിലായല്ലേ? പിന്നെ നമ്മൾ ആ വീടിന് സമീപത്തുള്ള മറ്റു വീടുകളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ഒരു എനർജി, അതിൻ്റെ ചുറ്റുപറ്റത്തുള്ളവർ ഒത്തിരി വർഷങ്ങളായിട്ട് ആ നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ നിൽക്കുകയാണോ, അതോ മുന്നോട്ട് പോകും തോറും അവരുടെ ജീവിതത്തിലും മുന്നോട്ടുള്ള വളർച്ച ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു ഭാഗത്തേക്ക് എനർജി മനസ്സിലാക്കാനായിട്ട് നല്ലതായിരിക്കും. അടുത്തത്, വീട് വെക്കുമ്പോൾ നമ്മൾ ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിരിക്കണം. അതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അതിന് മാറി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കണം. അടുത്തത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്കൊരു ബെഡ്റൂം ചെയ്യാം, ഏറ്റവും നന്നായിരിക്കും. തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കൊരു കിച്ചൺ ചെയ്യാം. വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ടോ ദർശനമുള്ള ഭൂമിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ ഡോർ കൊടുക്കാം. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുട്ടികൾക്കുള്ളൊരു ബെഡ്റൂം കൊടുക്കാം. ടോയ്ലറ്റുകൾ കൊടുക്കുന്നത് ഒന്നുകിൽ എവിടെ വെച്ചാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം പോവും. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വെക്കാൻ പറ്റുന്ന 2 സ്ഥലങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സൗത്താണ്, അത് കഴിഞ്ഞ് മറ്റൊന്ന് വെസ്റ്റാണ്. അതിന് നമ്മൾ സൂത്രങ്ങളൊക്കെ നോക്കി ചെയ്യുന്നാൽ നന്നായിരിക്കും. ബ്രഹ്മസൂത്രം കിഴക്ക് പടിഞ്ഞാറ് പോകുന്നുണ്ട്, യമസൂത്രം തെക്ക് വടക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ സൂത്രങ്ങളൊക്കെ ഒഴിച്ച് ചെയ്താൽ അത്രയും നന്ന്. പിന്നെ കിഴക്കോട്ടുള്ളത് വീടിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മസൂത്രത്തിനും, വടക്കോട്ടുള്ള വീടിനെ സംബന്ധിച്ചിടത്തോളം യമസൂത്രത്തിനുമാണ് പ്രാധാന്യം. ഓക്കെ, അത് കഴിഞ്ഞ് അത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് കിണറിൻ്റെ സ്ഥാനം വടക്ക് കിഴക്ക്, ഗേറ്റിൻ്റെ സ്ഥാനം അത് ഓരോ ദിക്ക് എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് എൻ്റെ സ്ഥാനം. അത് കഴിഞ്ഞ് സെപ്റ്റ് ടാങ്ക് വടക്ക് പടിഞ്ഞാറ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് വീട് വെച്ച് നോക്കൂ. നിങ്ങൾക്ക് ഒത്തിരി സൗഭാഗ്യങ്ങളോടുകൂടി ആ വീട്ടിലടുത്ത് താമസിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് നമുക്ക് ഫെങ്ഷി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനയുടെ ഒരു വാസ്തുശാസ്ത്രമാണ് ഫെങ്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഫെങ്ഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, നമ്മുടെ വാസ്തുപ്രകാരം എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പൊളിച്ചു മാറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ ഫെങ്ഷിയുടെ ടൂളുകൾ ഉപയോഗിച്ച് കൊണ്ടും നമുക്ക് ആ സൗഭാഗ്യങ്ങളെ തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന ഘടകം. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ടൂളുകൾ ഏതൊക്കെ ഭാഗങ്ങളിൽ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി കിട്ടുക, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം തിരിച്ചു പിടിക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം എടുക്കാം. ഇപ്പം ഒരു രക്ഷകർത്താവ് പറയുന്നു, എൻ്റെ ആ മോള് വിദ്യാഭ്യാസത്തിലായിട്ട് വലിയ മോശമാണ്, അല്ലെങ്കിൽ നേരത്തെ നല്ല ഡാൻസിലും പാട്ടിലൊക്കെ നല്ല ടാലൻ്റുള്ള കുട്ടിയായിരുന്നു, ഇപ്പോൾ ഒത്തിരി ബാക്കിലോട്ടാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു സ്റ്റാച്ചു ആണ്. ഇത് കുട്ടി കിടക്കുന്ന, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ പുറത്ത്, ആ ഡോറിൻ്റെ മുകളിൽ ഇത് വെക്കുന്നത് ഓരോ തവണ കുട്ടി കയറുമ്പോഴും ഇറങ്ങുമ്പോഴും മത്സരങ്ങൾ പരീക്ഷകളൊക്കെ വിജയിക്കാനായിട്ട് ഒത്തിരി നല്ലൊരു ടൂളായിട്ട് ഇത് കണക്കാക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് അവിടെ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഫെങ്ഷുയിൽ വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്നതും ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ടുള്ളൊരു സാധനമാണ് ലാഫിൻ ബുദ്ധ എന്ന് പറയുന്നത്. ലാഫിൻ ബുദ്ധ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇതിൽ ഡ്രാഗൺ ടോർട്ടോയിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധയാണ്. ഡ്രാഗന്റെ ഹെഡും ടോർട്ടോയിസിന്റെ ബോഡിയും അതിന്റെ മുകളിൽ ലാഫിൻ ബുദ്ധ ഇരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള ലാഫിൻ ബുദ്ധകൾ ഒന്നുകിൽ മെയിൻ ഡോറിലോട്ട് ഫേസ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലോട്ട് ഫേസ് ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെയാണ് കോമൺ ആയിട്ടെല്ലാം പറയുന്നത്. ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ലിവിങ് റൂമിൻ്റെ സൗത്ത് ഈസ്റ്റിലിരിക്കുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും, ലിവിങ് റൂമിൻ്റെ നോർത്തിലിരിക്കുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഒത്തിരി നല്ലൊരു ടൂളാണ്. ഇത് ഏത് ഭാഗത്തിരുന്നാലും ഡ്രാഗൻ്റെ ഹെഡ് ഡോറിലേക്ക് പോകുന്ന രീതിയിൽ പുറത്തോട്ടാക്കാതെ ഇതിനൽപ്പം ടിൽറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് അരോന ഫിഷാണ്. അരോന ഫിഷ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നോർത്തിൽ വെക്കുന്നത് കരിയറിന് നല്ലതാണ്, സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് വെൽത്തിനും നല്ലതാണ്. അടുത്ത നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 6 മെറ്റൽ കോയിൻസ് എന്നാണ്. 6 മെറ്റൽ കോയിൻസ് എന്ന് പറയുമ്പോഴത്തേക്ക്
2022 ഫെബ്രുവരി 5 മുതലുള്ള ഒരു ചൈനീസ് വർഷക്കാലം വർഷാവർഷം ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരുന്നു എന്നൊരു കണക്കുണ്ട്. അപ്പോൾ ഈ വർഷം തെക്ക് പടിഞ്ഞാറ് സൗത്ത് വെസ്റ്റ് കോർണറിൽ വന്നിരിക്കുന്നത് 2 എന്ന് പറയുന്ന ഒരു നക്ഷത്രമാണ്. അപ്പോൾ 2 പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ്. അപ്പം നിങ്ങൾക്ക് ഈ വർഷം തെക്ക് പടിഞ്ഞാറ് ബെഡ്റൂമാണ് നിങ്ങളുടേത്. അവിടെ നിങ്ങൾക്ക് ഈ വർഷം കടന്നപ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് പരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിനൊരു പരിഹാരമായിട്ട് ഈ പറയുന്ന 6 മെറ്റൽ കോയിൻസ് നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ സൗത്ത് വെസ്റ്റ് ബെഡ്റൂം ഭാഗത്ത് വയ്ക്കുന്നത് ആ ഹെൽത്ത് കുറച്ചുകൂടെ മെച്ചപ്പെടാനായിട്ട് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും ടൂളുകളും നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.